ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെഡിക്യൂറാണ്. അതായത് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് എങ്ങനെ ഒരു പെഡിക്യൂർ ചെയ്യാമെന്നാണ്. അപ്പോൾ അതിന് വേണ്ടത് ഒരു ഇളം ചൂടുവെള്ളമാണ്. അല്ലാത്തോട്ടേക്ക് ഞാൻ കുറച്ച് റോസ് പെറ്റൽസ് ഇടാണ്. അതിനുശേഷം ഒരു നാരങ്ങയുടെ പാതി നമ്മൾ സ്ക്വീസ് ചെയ്ത് ഈ വെള്ളത്തിലോട്ടേക്ക് ആഡ് ചെയ്യാണ്. ചൂട് നമ്മൾ എന്തായാലും ശ്രദ്ധിക്കണം. അതായത് നമ്മൾ എടുക്കുന്ന വെള്ളം ഓവറായിട്ട് ചൂടൊന്നും പാടില്ല. ഒരു ഒത്ത ഇളം ചൂടുവെള്ളം നമുക്ക് കാല് വയ്ക്കുമ്പോൾ പൊള്ളാത്ത രീതിയിലുള്ള വെള്ളമായിരിക്കണം. ഇതിൻ്റെ അകത്തോട്ടേക്ക് ഞാൻ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് റോസ് പെറ്റൽസും പിന്നെ ഒരു സ്ലൈസ് നാരങ്ങയും പിഴിയാണ്. അതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ആഡ് ചെയ്തേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പിഴിഞ്ഞ് വെച്ചിട്ടുള്ള നാരങ്ങയില്ലേ, ഒരു നാരങ്ങ സ്ലൈസ് ചെയ്തിട്ടുള്ള അതിൻ്റെയും ബാക്കി ഞാൻ അല്ലാതെ വീട്ടിൽ കുറച്ച് നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ അകത്തുള്ള നാരങ്ങ തോട് നമ്മൾ കീറിയിട്ട് ഇട്ടേക്കുവാണ്. ഒരു നല്ലൊരു സ്മെല്ല് വരും ഈ ഒരു ഇളം ചൂടുവെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പെറ്റൽസ് റോസ് പെറ്റൽസിൻ്റെയും ഈ ഒരു ലെമണിൻ്റെ പാർട്സിൻ്റെയും ഒക്കെ നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങും. അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇതിൻ്റെ അകത്തോട്ടേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്ത് ആവശ്യത്തിനനുസരിച്ചുള്ള മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യും. ഇപ്പോൾ സപ്പോസ് നിങ്ങളൊരു പാക്ക് ഈ ഒരു നമ്മൾ ഈ ഒരു വെള്ളത്തിൻ്റെ അകത്ത് കാല് വെച്ചതിന് ശേഷം പാക്ക് ഇടാത്ത ആൾക്കാരാണെങ്കിൽ നിർബന്ധമായിട്ട് മഞ്ഞൾപ്പൊടി ഇടാൻ മറക്കരുത്. ഇല്ല, നിങ്ങൾ ഇതിന് ശേഷം ഞാൻ കാണിച്ചിരുന്ന പാക്കും കൂടെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ കാലുമേലുള്ള ടാനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ആവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു നല്ലൊരു ഷൈനിങ് കൊടുക്കും. മഞ്ഞൾപ്പൊടി എല്ലാത്തിനും നല്ലതാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തേക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ പാക്ക് ഇടുന്ന ആൾക്കാരാണെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ചൂടുവെള്ളത്തിൻ്റെ അകത്ത്, അതായത് ചൂടുവെള്ളമല്ല ഇളം ചൂടുവെള്ളത്തിൻ്റെ അകത്ത് നമ്മൾ ഏകദേശം ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ 25 മിനിറ്റോളം നമ്മൾ കാല് വെച്ചിട്ട് ഇരിക്കുകയാണ്. അതിന് ആ ഒരു ഇടയിൽ ആ ഒരു ടൈം പീരീഡിൽ നമുക്ക് വേണമെങ്കിൽ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മസാജ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറായിട്ട് സ്ക്രബ് ചെയ്യും കാര്യങ്ങളൊന്നും ചെയ്യണ്ട. നമ്മൾ ലൈറ്റായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് കുതിർന്ന് കിടക്കുന്നതുകൊണ്ട് ഡേർട്ടൊക്കെ വെളിയിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച നാരങ്ങയുടെ തോടുണ്ടല്ലോ അത് തന്നെ വെച്ചിട്ട് ലൈറ്റായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഓവറായിട്ട് നമ്മൾ ഹാർഷായിട്ടൊന്നും സ്ക്രബ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്ര ടൈം പീരീഡ് വെക്കുമ്പോൾ തന്നെ നമ്മുടെ കാലിലുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ വെളിയിൽ വന്നിട്ടുണ്ടാവും. ഒന്നുകൂടെ അപ്പോൾ ലൈറ്റായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്ന ഈ ഒരു നാരങ്ങയുടെ തോടാണ്. ആ നാരങ്ങയുടെ തോട് വെച്ചിട്ട് നഖത്തിൻ്റെ മേലെയായിട്ടും സ്കിന്നിൻ്റെ മേലെയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് വേറൊരു സ്ക്രബ് ഉണ്ടാക്കിയിട്ട് സ്ക്രബ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇപ്പോൾ പഞ്ചസാരയും തേനും വെച്ചിട്ട് സ്ക്രബ് ചെയ്യണമെങ്കിൽ അതും നല്ലൊരു ഓപ്ഷനാണ്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പഴയ ബ്രഷ് എടുത്തിട്ട് നമ്മൾ അതിനകത്തോട്ടേക്ക് കുറച്ച് പേസ്റ്റ് ആക്കുക. ഒപ്പം കുറച്ച് മഞ്ഞൾപ്പൊടി ആക്കിയിട്ട് നഖത്തിൻ്റെ മേലെയും നമ്മുടെ സ്കിന്നിൻ്റെ മേലെയൊക്കെ നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ അവിടെയുള്ള ഡേർട്ടും കാര്യങ്ങളും നഖത്തിൻ്റെ മേലെയും ഉള്ളിലൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ഡേർട്ടും കാര്യങ്ങളൊക്കെ, അതൊക്കെ പുറത്ത് വരാൻ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒരു 5-10 മിനിറ്റ് നന്നായിട്ട് ഈ ഒരു ടൈം നമ്മൾ ഈ ഒരു 20 മിനിറ്റ് വെക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ബ്രഷ് വെച്ചിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഈ നഖത്തിൻ്റെ ഇടയിലുള്ള ഭാഗങ്ങളൊക്കെ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ നോക്കാം. അതായത് നഖത്തിൻ്റെ ഇടയിലൊക്കെ നമ്മൾ അറിയാണ്ട് കയറി കൂടുന്ന ഡേർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചളിയിലൊക്കെ ഒന്നും അറിയാതെ പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവിടെ അടിഞ്ഞ് നിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗമൊക്കെ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. പിന്നെ മടമ്പും കാര്യങ്ങളൊക്കെ നന്നായിട്ട് നമുക്ക് തേച്ച് വയ്ക്കാം. ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേ തന്നെ കാലിൽ ഒരുവിധം ഡേർട്ടും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ വാഷ് ചെയ്തിട്ട് നമ്മൾ പാക്ക് ഇടാനാണ് പോകുന്നത്. അതായത് ഈ ഒരു പാക്ക് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് തൈരും അതിൻ്റെ ഒപ്പം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പാക്ക് ഉണ്ടാക്കിയത്. നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു പാക്കാണ്. ഒരു ടാനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറാനുള്ള പാക്കാണ്. ഈവൻ ഇത് നമ്മുടെ കാലിൻ്റെ ഒരു ബ്രൈറ്റ്നസ് കൂട്ടാനും ഇത് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഒരുപാട് ഇരുണ്ടിരിക്കുന്ന കാലമൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഈ ഒരു പാക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു പാക്കൊക്കെ ഇടാൻ തുടങ്ങുവാണെങ്കിൽ നന്നായിട്ട് വ്യത്യാസം നമുക്ക് മനസ്സിലാവും. നല്ലൊരു പാക്കാണിത്, നല്ല എഫക്റ്റീവായിട്ടുള്ള പാക്കാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇത്ര നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് നമ്മുടെ ഈ ഒരു സ്കിന്നിന് കുറച്ചും കൂടെ ബ്രീത്ത് ചെയ്യാനുള്ള ഒരു സ്പേസ് ഒക്കെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു പാക്ക് ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ ഒരു പാക്ക് ഒരു 10 മിനിറ്റോളം നമ്മുടെ കാലിൽ വയ്ക്കാം. അത് നന്നായിട്ടൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം വാഷ് ചെയ്ത് കളയാം. ഇപ്പോൾ വാഷ് ചെയ്തിട്ട് വന്നിട്ടിരിക്കുകയാണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നഖമൊക്കെ നമ്മൾ നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ കറക്റ്റ് ടൈമാണ് ഓയിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നമ്മുടെ കയ്യിൽ ഒലീവ് ഓയിൽ അല്ലെങ്കിൽ ആൽമണ്ട് ഓയിലൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം. കോക്കനട്ട് ഓയിലാണ് ബെസ്റ്റ്.
അപ്പോൾ നമ്മൾ ഈ ഓയിൽ എടുത്തിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ക്യൂട്ടിക്കൽ ഓയിലിന് പകരമാണ് ഈ ഓയിൽ എടുത്തിരിക്കുന്നത്. ബെസ്റ്റ് കോക്കനട്ട് ഓയിലാണ്. നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങൾ ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഈ ഓയിൽ നന്നായിട്ട് നമ്മുടെ നഖത്തിൻ്റെ മേലൊക്കെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ നെയിൽ കട്ടറോ അല്ലെങ്കിൽ ക്യൂട്ടിക്കൽ പുഷറോ എടുക്കുക. എൻ്റെ കയ്യിലിപ്പോൾ ക്യൂട്ടിക്കൽ പുഷർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നെയിൽ കട്ടറിൻ്റെ ഇടയിൽ ആ ഒരു കത്തി പോലത്തെ സംഭവം ഉണ്ടാവില്ലേ, ആ ഒരു സംഭവം വെച്ചിട്ട് ക്യൂട്ടിക്കൽ നന്നായിട്ട് ഉള്ളിലോട്ടേക്ക് പുഷ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഡെഡ് സെൽസൊക്കെ വരും. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് മെല്ലെ എടുത്തു കൊടുക്കാൻ നോക്കുക. അപ്പോൾ ഈ ഒരു സംഭവമൊക്കെ കഴിഞ്ഞ ശേഷം തിരിച്ചും ഞാൻ ഇവിടെ ഒലിവ് ഓയിൽ കാലുമ്പിൽ നന്നായിട്ട് തേച്ച് മസാജ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ അതായത് ഞാൻ ഈ ചെയ്തിട്ട് അടുത്ത ദിവസം എടുത്ത പിക്കാണ് ഞാൻ ലാസ്റ്റ് ഇടാൻ പോണത്. അപ്പോൾ ഞാൻ അന്ന് തന്നെ ഞാൻ നെയിൽ പോളിഷ് ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ നെയിൽ പോളിഷ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരിക്കലും നമ്മൾ ബേസ് കോട്ട് ഇടാണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നെയിൽ പോളിഷ് ഇടാൻ പാടില്ല. ഏത് വലിയ ബ്രാൻഡാണെങ്കിലും ചില നെയിൽ പോളിഷ് ഇടുമ്പോൾ അതിനൊരു മഞ്ഞ കളർ നമ്മൾ നഖത്തിൻ്റെ മേലെ പിടിക്കാൻ സാധിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, കയ്യിലൊക്കെ നമ്മൾ 2-3 ദിവസം ഇട്ട് കഴിയുമ്പോഴേലും ഒരു മഞ്ഞ കളർ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ബേസ് കോട്ട് ഒരു വൈറ്റ് കളർ പ്ലെയിൻ കളറിലുള്ളൊരു നെയിൽ പോളിഷ് ഇല്ലേ, ആ ഒരു ബേസ് കോട്ട് ഇട്ടതിന് ശേഷം മാത്രം നിങ്ങൾ നെയിൽ പോളിഷ് ഇടുക. അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ പെഡിക്യൂർ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ, നമുക്ക് വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.